ഡൽഹിയിലിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമൊക്കെ ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പിണറായി വിജയനും കൂട്ടരുമൊക്കെ പറയുന്നത് നെല്ല് കേന്ദ്ര സർക്കാർ നിരോധിച്ചു എന്നാണ്. കേരളത്തിലെ ജനങ്ങളെ അമ്പാടെ കള്ളത്തരത്തിലേക്ക് തള്ളിവിടുന്ന, കള്ളം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇടത് സർക്കാർ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെൽകർഷകരുടെ ഭാവി ഇല്ലാതാക്കുന്ന കരാറാണ് ഇന്ത്യ US വ്യാപാര കരാർ എന്നുവരെ CPM-കാർ പറഞ്ഞു വെച്ച് തുടങ്ങിയിരിക്കുന്നു. കാരണം കേരളത്തിൽ അവർക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണമെങ്കിൽ കർഷകരുടെ എന്തെങ്കിലും ഒരു പേര് അതിൽ കൂട്ടിച്ചേർക്കണം. അത്രമാത്രമേ ഉള്ളൂ. എന്താണ് യാഥാർത്ഥ്യം? ഇന്ത്യ US വ്യാപാര കരാർ ഇതാ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വികസിത ഭാരതത്തിനുള്ള നിർണായക മുന്നേറ്റമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത്. ഒരു വാക്കുകൂടി പ്രധാനമന്ത്രി വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. കർഷകർക്കുള്ള സംരക്ഷണം ഉറപ്പാക്കിയാണ് ഈ ഇന്ത്യ US കരാർ യാഥാർത്ഥ്യമാക്കുന്നതെന്ന്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ശേഷമാണ് ഇന്ത്യയും US-ഉം ഇടക്കാല വ്യാപാര കരാറിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത്. ഭാരതത്തിന് മേൽ ചുമത്തിയ 25% അധിക താരിഫ് 18% അമേരിക്ക കുറച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിർണായകമായ ചർച്ചകളും നീക്കങ്ങളും തന്നെയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫ് ഒഴിവാക്കുന്ന ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന വിമാന ഘടകങ്ങൾക്ക് ചുമത്തിയ താരിഫും അമേരിക്ക ഇനി ഒഴിവാക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നും $500 ബില്യൺ ചരക്കുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യും. ഇതോടെ കരാർ യാഥാർത്ഥ്യമാക്കിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിയും രേഖപ്പെടുത്തി. ഇടക്കാല വ്യാപാര കരാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്കയുമായി നിക്ഷേപവും സാങ്കേതിക പങ്കാളിത്തവും കൂടുതൽ ശക്തിപ്പെടുത്തും. ഇതിലൂടെ കർഷകർ, സംരംഭകർ, MSME-കൾ, സ്റ്റാർട്ടപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകും. ആഗോള പങ്കാളിത്തങ്ങൾക്ക് ഭാരതം പ്രതിജ്ഞാബദ്ധമാണെന്നും വികസിത ഭാരതത്തിനുള്ള രാജ്യത്തിൻ്റെ മുന്നേറ്റം എന്നും മുന്നിൽ തന്നെ പ്രാധാന്യത്തോടെ നിൽക്കുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. രാജ്യത്തെ നെൽകർഷകരടക്കമുള്ള കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, അത് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് കരാറിൽ ഒപ്പുവെച്ചതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും വ്യക്തമാക്കി. കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് കരാറിൽ പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ചോളം, ഗോതമ്പ്, അരി, സോയ, പച്ചക്കറികൾ തുടങ്ങിയ തീരുവ കുറയ്ക്കില്ല. പാൽ, ചീസ്, കോഴിയിറച്ചി, മാംസം, എഥനോൾ, പുകയില തുടങ്ങിയവയ്ക്കും ഇതേ സംരക്ഷണം നിലവിലുണ്ടെന്നുമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കർഷകർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും വികസിത ഭാരതത്തിലേക്കുള്ള മുന്നേറ്റത്തിലെ നിർണായക ഘടകം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും US-ഉം തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്ന ആ വ്യാപാര കരാർ.